എംപ്ലോയ്മെന്റ് സെനാരിയോ ഇൻ ഇന്ത്യ ഗ്രീൻ സേസ് ILO റിപ്പോർട്ട് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ ILO അഥവാ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ മറ്റൊരു റിപ്പോർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കൃത്യമായിട്ട് പറഞ്ഞ ഈ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് ലേബറുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും. സോ അതേ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മറ്റൊരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. സോ ആ റിപ്പോർട്ടിന്റെ പേരൊന്ന് അറിഞ്ഞിരിക്കുന്നതായിരിക്കും. കാരണം ആ ഒരു പേരൊക്കെ നമുക്ക് ഫിലിംസിന് ഒരുപക്ഷെ റീസെന്റ് ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പലപ്പോഴും പ്രിലിംസിന് ചോദ്യം വരാറുള്ളതാണ്. സോ അതുകൊണ്ട് അത് അറിഞ്ഞിരിക്കാം. ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് എന്നുള്ളതാണ് റിപ്പോർട്ടിന്റെ പേരായിട്ട് പറയുന്നത്. ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് 2024 ആണ്. സോ ഇത് റിലീസ് ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും അതേപോലെ തന്നെ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചേർന്നിട്ടാണ്. ILOയും അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് IHDയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ റിപ്പോർട്ടിന്റെ പേര് ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് 2024 റീസെന്റ് പബ്ലിഷ് ബൈ ILO എന്നുള്ള പോയിന്റ് ഫിലിംസിന്റെ പെർസ്പെക്റ്റീവ് ഓർത്തിരിക്കണം. മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലേക്ക് നോക്കുമ്പോഴേക്കും ഈ ഒരു ഫസ്റ്റ് ലൈനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിനകത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ് the share of those with secondary or higher education among the unemployed youth in India has almost doubled from 35.2% in 2000 to 65.7% in 2022 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഇന്ത്യക്കാർക്കിടയിൽ ഈ പറഞ്ഞ പോലെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഇന്ത്യക്കാരിൽ മീൻസ് വിദ്യാഭ്യാസത്തിന്റെ കാര്യം നോക്കുമ്പോഴേക്കും സെക്കൻഡറി ഓർ ഹയർ എഡ്യൂക്കേഷൻ നേടിയിട്ടുള്ള ആളുകളുടെ എണ്ണം ഓൾമോസ്റ്റ് പറയുവാണെങ്കിൽ ഡബിൾ ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 2000 അത് 35.2% ആ ഒരു ടോട്ടൽ അൺഎംപ്ലോയിഡിനകത്ത് സെക്കൻഡറിയും അതിന് മുകളിലേക്കുള്ള ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ള ആളുകളുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 35.2% ആയിരുന്നു. ഇപ്പൊ 2022 കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴേക്കും അത് ഏത് ലെവലിലേക്കാണ് എത്തി നിൽക്കുന്നത്? 65.7%ലേക്കുള്ള ഒരു ഡബിൾഡ് ഗ്രോത്ത് അൺഎംപ്ലോയ്മെന്റ് കാര്യത്തിലേക്ക് എഡ്യൂക്കേറ്റഡ് യൂത്തിന്റെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടിനകത്ത് സൂചിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ റിപ്പോർട്ടിനകത്ത് എടുത്ത് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. റിപ്പോർട്ട് ഓൾസോ സേസ് ദാറ്റ് യങ്സ്റ്റേഴ്സ് അക്കൗണ്ട് ഫോർ ഓൾമോസ്റ്റ് 83% ഓഫ് ദ കൺട്രീസ് അൺഎംപ്ലോയിഡ് വർക്ക് ഫോഴ്സ്. നമ്മുടെ മൊത്തം ഈ പറഞ്ഞ പോലെ അൺഎംപ്ലോയിഡ് വർക്ക് ഫോഴ്സിന്റെ 83% നമ്മുടെ രാജ്യത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നവരാണ് യങ്സ്റ്റേഴ്സ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഇത് വലിയൊരു നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കൃത്യമായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പത്തെ പല ക്ലാസ്സുകളിലും പഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് 15 to 60 അല്ലെങ്കിൽ 64 ഇയേഴ്സ് വരെയൊക്കെയുള്ളതാണ് നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡന്റ് ഒരു കാലഘട്ടമായിട്ട് പറയുന്നത്. അവിടെ ഇപ്പൊ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് നല്ലൊരു സ്യൂട്ടബിൾ കണ്ടീഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻ ഏജ്, നമ്മുടെ രാജ്യത്തിന്റെ മീൻ ഏജ് ജനങ്ങളുടെ ഒരു പ്രായം എടുക്കുമ്പോഴേക്കും 27 ഇയേഴ്സ് ആണ്. സോ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു മീൻ ഏജിൽ ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ നിൽക്കുന്നതുകൊണ്ടിട്ടാണ് നമ്മൾ നിസ്സംശയം പറയുന്നത് ബൈ 2047 നമുക്കൊരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. അല്ലെങ്കിൽ $30 ട്രില്യൺ എക്കണോമി ഒക്കെ ആയിട്ട് നമ്മൾ മാറും എന്നൊരു കാര്യമൊക്കെ പറയുന്നത് ബേസിക്കലി ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്താണ്. സോ ആ ഒരു കൺസെപ്റ്റിൽ നിൽക്കുമ്പോഴേക്കും ഇത്രയും നമ്മുടെ വർക്ക് ഫോഴ്സിനകത്ത് അൺഎംപ്ലോയിഡ് വർക്ക് ഫോഴ്സിന്റെ ഇടയിൽ 83% യങ്സ്റ്റേഴ്സ് ആണ് എന്നുള്ള കാര്യം വളരെ സീരിയസ് ആയിട്ട് ഗവൺമെന്റ് അതോറിറ്റീസ് എടുക്കേണ്ട കാര്യമാണ്. കാരണം ആ ഒരു മേഖലയിലെ അൺഎംപ്ലോയ്മെന്റ് കുറച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എയിം ചെയ്യുന്ന പോലെ 2047 ഡെവലപ്ഡ് കൺട്രി ആയിട്ടൊക്കെ മാറാനായിട്ട് ഒരു പക്ഷേ ഇന്ത്യക്ക് സാധിച്ചേക്കുമോ എന്നുള്ള കാര്യത്തിലേക്ക് സംശയമുണ്ട്. സോ എന്തായാലും ഈ ഒരു പോയിന്റ് ആണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ മെയിൻ ക്രക്സ് ആയിട്ട് പറയേണ്ടത്. അപ്പം ഈ ഒരു ആർട്ടിക്കിളിനകത്ത് എക്സാമിന് വ്യൂ പോയിന്റ് നമ്മൾ നോക്കുമ്പോൾ ഡിസ്കസ് ചെയ്യേണ്ടത് ആദ്യമേ തന്നെ ILOയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യണം. പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ റിപ്പോർട്ടിന്റെ പേരെന്ന് പ്രിലിംസിന് ഓർത്തിരിക്കുന്നതായിരിക്കും. സോ അതിനുശേഷം ILOയുടെ കാര്യം, പിന്നെ ഈ റിപ്പോർട്ടിനകത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന 2-3 കീ വേർഡുകളുണ്ട്. സച്ച് ആസ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, ദെൻ LFPR എന്ന് പറയും, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, പിന്നെ ഈ പറഞ്ഞ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ, ദെൻ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. ഈ 3 കാര്യങ്ങളെ കുറിച്ച് ഡെഫിനിഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം അതൊക്കെ തന്നെ പ്രിലിംസിന് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. സോ അതിന് ഓരോന്ന് നമുക്ക് നോക്കി പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, നമ്മൾ കഴിഞ്ഞ ആ ഒരു ഫോഴ്സ്ഡ് ലേബറിന്റെ ആ ഒരു എന്താ പറയുക ആ ഒരു വാർത്ത ഡിസ്കസ് ചെയ്തപ്പോൾ ILOയെ കുറിച്ചിട്ട് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞതാണ്. അതേ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാനായിട്ട് പറയുന്നുള്ളൂ. സോ ILO ബേസിക്കലി 1919 ഫൗണ്ട് ഔട്ട് ചെയ്ത് ആൻഡ് ഇറ്റ്സ് ഓൺലി ട്രൈപാർട്ടിയേറ്റ് UN ഏജൻസി. ഓർത്തിരിക്കണം, ഇറ്റ്സ് ഓൺലി ട്രൈപാർട്ടിയേറ്റ് UN ഏജൻസിയാണ് ദാറ്റ് ഗീവ്സ് ആൻ ഈക്വൽ വോയിസ് ടു വർക്കേഴ്സ്. ആരൊക്കെയാണ് അതിനകത്ത് വരുന്നത്? വർക്കേഴ്സിന്റെ സാന്നിധ്യം ഉണ്ട്, എംപ്ലോയേഴ്സും ഉണ്ട്, ഗവൺമെന്റ്സും ഉണ്ട്. അപ്പൊ ഈ 3 പേരുടെ അടങ്ങുന്ന ഈ പറഞ്ഞ UN ഏജൻസിയുടെ ഏക ട്രൈപാർട്ടിയേറ്റ് ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കണം. 187 മെമ്പർ കൺട്രീസ് ആണുള്ളത്, ഇൻക്ലൂഡിംഗ് ഇന്ത്യയാണ്. ഇന്ത്യ 187 ഒരു രാജ്യമാണ്. അപ്പൊ 187 അംഗങ്ങളാണ് ILOയ്ക്ക് ഉള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് ജിനീവയിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ യുഎനിന്റെ ഈ പറഞ്ഞ പോലെ ഒരു ഏജൻസിയെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? UN സെക്യൂരിറ്റി കൗൺസിലിന്റെ കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. UN സെക്യൂരിറ്റി കൗൺസിലിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. UNSC അഥവാ സെക്യൂരിറ്റി കൗൺസിൽ എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ തന്നെ മെമ്പർ കൺട്രീസിൽ എങ്ങനെയാണ് ബൈൻഡിങ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, സോ ഇവിടെ ILOയുടെ ഫ്ലാഗ്ഷിപ്പ് റിപ്പോർട്ട്സും കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഗ്ലോബൽ വേജിൽ ഇപ്പം നമ്മൾ കണ്ട ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതല്ലാതെ ഗ്ലോബൽ ലെവലിൽ ഇവർ പബ്ലിഷ് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട റിപ്പോർട്ടുണ്ട്. ഗ്ലോബൽ വേജ് റിപ്പോർട്ടും അതേപോലെ വേൾഡ് ഓഫ് വർക്ക് റിപ്പോർട്ടും. അപ്പൊ ഇത് രണ്ടും ILO തന്നെ
പബ്ലിഷ് ചെയ്യുന്ന കാര്യം ഓർക്കണം. കാരണം റീസെന്റ് ഈ പറഞ്ഞ പോലെ ഫിലിംസിനൊക്കെ ചോദിച്ചു വരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഒരു 2-3 പേരുകൾ, റിപ്പോർട്ടുകളുടെ പേര് തന്നിട്ട് ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷനെ കൂടെ ചോദിച്ചുകൊണ്ടിട്ട് ഈ ഓർഗനൈസേഷൻ പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ ഏതൊക്കെയാണ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞ് ചോദിക്കാം. അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഗ്ലോബൽ വേജ് റിപ്പോർട്ട് ILO എന്ന് വന്നിട്ട് അങ്ങനെ 2-3 ഓർഗനൈസേഷൻസ് പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ട് വന്നിട്ട് ഇതിൽ ഏതൊക്കെ പേഴ്സ് ആണ് കറക്റ്റ്ലി മാച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ മാച്ച് ദ ഫോളോയിങ്ങിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഇത്രയും കാര്യമാണ് ഈ ILOയുടെ കാര്യം ഓർത്തിരിക്കണം. ഇനി അടുത്ത് നമ്മൾ ആ പറഞ്ഞ പോലത്തെ 2-3 കീ വേർഡുകൾ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേറ്റ് റേറ്റിന്റെ കാര്യങ്ങളൊക്കെ ഓർക്കണം. സോ ഇവിടെ ലേബർ ഫോഴ്സ് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ മനസ്സിൽ കാണേണ്ട ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ നമ്മുടെ 15 നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡന്റ് പറഞ്ഞില്ലേ 15 to 60-64 വയസ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് വരുന്നത്. സോ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ആണ് നോക്കുന്നത്. ആ ലേബർ ഫോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ആ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്താണെന്നുള്ള കാര്യം ക്ലിയർലി ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ LFPR അഥവാ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പെർസെന്റേജ് ഓഫ് പേഴ്സൺസ് ഇൻ ലേബർ ഫോഴ്സ്. ലേബർ ഫോഴ്സിലുള്ള ആളുകളുടെ ഈ പറഞ്ഞ പെർസെന്റേജ് ഓഫ് പേഴ്സൺസ് ഇൻ ലേബർ ഫോഴ്സ് ഔട്ട് ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ. സോ ആ ടോട്ടൽ പോപ്പുലേഷനിൽ ഈ പറഞ്ഞ ലേബർ ഫോഴ്സിലുള്ള ആളുകളുടെ പെർസെന്റേജിനെയാണ് നമ്മൾ കൃത്യമായിട്ട് എന്തായിട്ട് വിശേഷിപ്പിക്കുന്നത്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. ഇനി ഇതിനകത്ത് ആരൊക്കെയാണ് ലേബർ ഫോഴ്സിനകത്ത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ വരും. ഇനി ജോബ് സീക്ക് ചെയ്യുന്ന ആൾക്കാർ, ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ, ജോലി ചെയ്യാനായിട്ട് തയ്യാറായി അന്വേഷിക്കുന്ന ആൾക്കാരും ഇവരാണ് ബേസിക്കലി ലേബർ ഫോഴ്സിനകത്ത് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും നമ്മൾ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടായിട്ടും ജോലി അന്വേഷിക്കുന്നില്ല എന്നുള്ള കാറ്റഗറിയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർ ലേബർ ഫോഴ്സിന്റെ ഭാഗമായിട്ട് വരും. ഇല്ല, ഒൺലി വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ ജോബ് സീക്ക് ചെയ്യുക അല്ലെങ്കിൽ ജോബിന് വേണ്ടിയിട്ട് തയ്യാറായി അവൈലബിൾ ആയിട്ട് നിൽക്കുന്ന ആളുകൾ മാത്രമേ ഇവിടെ വരുള്ളൂ, ലേബർ ഫോഴ്സിന്റെ ഭാഗമായിട്ട് വരുള്ളൂ. അപ്പൊ അവിടെ തന്നെ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ സ്റ്റുഡൻസ് ഈ പറഞ്ഞ സ്റ്റുഡൻസ് അപ്പോൾ ലേബർ ഫോഴ്സിന്റെ ഭാഗമാണോ? അല്ല. കാരണം ഈ പറഞ്ഞ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അവിടെ നമ്മൾ ഏതർ വർക്കിംഗും അല്ല, സീക്കിംഗ് ഓർ അവൈലബിൾ ഫോർ ജോബും അല്ല, സ്റ്റുഡൻസിന്റെ ഭാഗമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അൺപെയ്ഡ് ഈ പറഞ്ഞ പോലെ അൺപെയ്ഡ് ഹോം ലേബർ അല്ലെങ്കിൽ അൺപെയ്ഡ് ഹൗസ് ഹോൾഡ് ലേബേഴ്സ്, അങ്ങനെ ഈ പറഞ്ഞ പോലെ ഹോം മേക്കേഴ്സ് അങ്ങനെയുള്ള കാറ്റഗറിയിൽ വരുമ്പോഴും അതും ഇതിന്റെ ഭാഗമായിട്ട് കൗണ്ട് ചെയ്യുന്നില്ല, ലേബർ ഫോഴ്സിന്റെ ഭാഗമായിട്ട് കൗണ്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ദെൻ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് എ പെർസെന്റേജ് ഓഫ് എംപ്ലോയിഡ് പേഴ്സൺസ് ഇൻ ദ പോപ്പുലേഷൻ. ടോട്ടൽ പോപ്പുലേഷനിൽ എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളുടെ റേഷ്യോ പറഞ്ഞു നൽകുന്നതാണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. ഇനി അടുത്ത ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് ഓഫ് പേഴ്സൺസ് അൺഎംപ്ലോയിഡ് among the persons in the labor force. ലേബർ ഫോഴ്സിൽ അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുന്ന ആളുകളുടെ പെർസെന്റേജ് ആണ്. ഈ അൺഎംപ്ലോയിഡ് എന്ന് പറയുമ്പോഴേക്കും ഓർത്തിരിക്കണം, നമ്മൾ ഈ പറഞ്ഞ പോലെ സീക്കിംഗ് ഓർ അവൈലബിൾ ഫോർ ജോബ് എന്നുള്ള കാറ്റഗറിയിലാണ് അൺഎംപ്ലോയിഡ് എടുക്കുന്നത്. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിട്ടും നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറല്ലാതെ നിൽക്കുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും അൺഎംപ്ലോയിഡ് ആണെന്ന് പറയത്തില്ല. ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്, ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് അൺഎംപ്ലോയിഡ് എന്ന് ബേസിക്കലി പരാമർശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ എക്സാമിൻ വ്യൂ പോയിന്റിൽ മനസ്സിലാക്കേണ്ടതും. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. അടുത്ത ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂലും അതേപോലെ ജോഗ്രഫിയുടെ പോയിന്റ് ഓഫ് വ്യൂലും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. സെൻസിങ് ത്രെറ്റ് ഫ്രം ചൈന, ഇന്ത്യ ജോയിൻസ് റേസ് ടു മൈൻ സീ പാച്ച് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കേണ്ടത്. അപ്പൊ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഈ പറഞ്ഞ ഇന്ത്യ ചൈന എന്നുള്ള വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന നമുക്ക് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് ഇതാണ്, സീ പാച്ചസ് അഥവാ സീ മൗണ്ട്സ് എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്. ഓക്കെ, സീ മൗണ്ട്സ് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ ജോഗ്രഫിയുടെ പോയിന്റ് ഓഫ് വ്യൂ എടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ DNA ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആയിരുന്നു മത്സ്യ 6000. നമ്മുടെ ഈ പറഞ്ഞ പോലെ ഡീപ് ഓഷ്യൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മിഷൻ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഡീപ് ഓഷ്യൻ മിഷൻ ഉണ്ട്. നമ്മുടെ സീ ബെഡുകളെ കുറിച്ചിട്ടൊക്കെയാണുള്ള പഠനം നടത്താനായിട്ടുള്ള മിഷനാണ്. സോ അവിടെ വേണ്ടി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു എക്സ്പ്ലോറേഷൻ വർക്കുകൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കും മത്സ്യ 6000. ഓക്കെ, അതിന് ജസ്റ്റ് തന്നിരിക്കുന്നുള്ളൂ. എന്തായാലും ഇവിടെ വാർത്തയിൽ വന്നിരിക്കുന്ന ഈ മാസം തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യ ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റിയിൽ ഈ പറഞ്ഞ പോലെ ഒരു പെർമിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയുള്ള പെർമിഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AN സീ മൗണ്ട് അഥവാ ഈ പറഞ്ഞ പോലെ FNC നിക്കിത്തിൻ എന്ന് പറയുന്ന ആ ഒരു സീ മൗണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് അനുവാദം നൽകണം എന്നുള്ളത് ചോദിച്ചുകൊണ്ടിട്ടാണ് ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റിയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അനുവാദം മീൻസ് പെർമിഷൻ സീക്ക് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ AN സീ മൗണ്ടിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി മച്ച് റിച്ച് ഇൻ കൊബാൾട്ട് ആണ്. കൊബാൾട്ട് ഈ പറഞ്ഞ എലമെന്റില് റിച്ച് ആയിട്ടുള്ള ഒരു സീ മൗണ്ട് ആണ് AN സീ മൗണ്ട് എന്ന് പറയുന്നത്. സോ ആ ഒരു സീ മൗണ്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള അനുവാദം നമുക്ക് നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ ആരെ സമീപിച്ചത്, ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റി സമീപിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് സംശയം വന്നേക്കാം, ഇതിപ്പോ നമ്മുടെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അധികാര പരിധിയിൽ നിൽക്കുന്ന ഒരു സാധനമാണ് എങ്കിൽ കടലിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓഫ് ലോ ഓഫ് സീസ് UN സീ ലോസ് പ്രകാരം നമുക്ക് 200 നോട്ടിക്കൽ മൈൽ 200
200 നോട്ടിക്കൽ മൈൽ ദൂരം വരെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമുക്ക് സ്വന്തം നമ്മുടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊക്കെയുള്ള അനുവാദം നമുക്കുണ്ട്. അതിനപ്പുറത്തേക്കുള്ള വസ്തുക്കളാണെങ്കിൽ ഈ 200 കോസ്റ്റ് ലൈനിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽ അപ്പുറത്തേക്കുള്ള വസ്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആരുടെ അനുവാദം മേടിക്കണം? ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റിയുടെ അനുവാദം മേടിക്കണം എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇവിടെ അനുവാദം മേടിക്കാൻ പോയിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഈ സീമൗണ്ട് AN സീമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യനിലെ തന്നെ ഒരു സാധനമാണ്. പക്ഷേ ഇത് എന്താണെന്നുള്ള ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. എന്താണ് സീമൗണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. AN സീമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യനിൽ, അതായത് ഇന്ത്യയുടെ കോസ്റ്റിൽ നിന്നും ഓൾമോസ്റ്റ് 3000 കിലോമീറ്റർ അകലെയാണ്. നമ്മൾ 200 നോട്ടിക്കൽ മൈൽ ദൂരെ വരെയുള്ള സാധനങ്ങളാണ് നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് വെക്കാനായിട്ട് സാധിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ളതെല്ലാം ഹൈ സീസിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളായിട്ട് മാറും. ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റിയുടെ അനുവാദം മേടിക്കണം. ഇതുകൊണ്ടിട്ടാണ് ഇത് ഇന്ത്യൻ ഓഷ്യനിലെ ഇന്ത്യൻ കോസ്റ്റിൽ നിന്നും 3000 കിലോമീറ്റർ അകലെയുള്ള ഒരു സീമൗണ്ട് ആണ്, ഒരു സ്ട്രക്ചറൽ ഫീച്ചർ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി എന്താണ് സീമൗണ്ട് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. സീമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ അണ്ടർ വാട്ടർ മൗണ്ടൻ ആണ് കേട്ടോ. സീമൗണ്ട് എന്ന് പറഞ്ഞ പേര് രണ്ടും സൂചിപ്പിക്കുന്ന സീ മൗണ്ടൻ എന്നുള്ള പേര് സൂചിപ്പിക്കുന്നതിനെയാണ്. അണ്ടർ വാട്ടറിൽ ഫോം ചെയ്തിരിക്കുന്ന മൗണ്ടൻ ആണ്, ഫോം ത്രൂ വോൾക്കാനിക് ആക്ടിവിറ്റി. അണ്ടർ വാട്ടറിൽ മീൻസ് അണ്ടർ സീയില് വോൾക്കാനിക് ഇറപ്ഷൻസിലൂടെ ഒക്കെ തന്നെ ഫോം ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു മൗണ്ടൻ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതാണ് സീമൗണ്ട്സ്. ഇനി ദീസ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് സ്പോട്സ് ഫോർ മറൈൻ ലൈഫ്. മറൈൻ ലൈഫ് വളരെയധികം തിങ്ങി പാർക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ സീമൗണ്ട്സിന്റെ ഏരിയ. ബേസിക്കലി ഈ പറഞ്ഞ പോലെ ഈ പിക്ചറിൽ കാണാൻ സാധിക്കും, ഒരു സീമൗണ്ട് കാണാൻ സാധിക്കും. യൂഷ്വലി ഇത്തരത്തിലുള്ള സീമൗണ്ടുകളൊക്കെ തന്നെ ഫോം ചെയ്തിരിക്കുന്ന നിയർ ടു മിഡ് ഓഷ്യൻ റിഡ്ജസിന്റെ ഭാഗമായിട്ടാണ്. ഓഷ്യൻ റിഡ്ജസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പഠിച്ചിട്ടുണ്ട്, എർത്തിന്റെ ടെക്ടോണിക് പ്ലേറ്റുകൾ മൂവ് അപ്പാർട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് മിഡ് ഓഷ്യനിക് റിഡ്ജസ് ഫോം ഔട്ട് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മിഡ് ഓഷ്യനിക് റിഡ്ജസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജും അതേപോലെ ഈസ്റ്റ് പസഫിക് റിഡ്ജുകളൊക്കെ തന്നെ അത്തരത്തിൽ ഫോം ഔട്ട് ചെയ്തിരിക്കുന്നതാണ്. സോ എന്തായാലും ഈ സീമൗണ്ടുകളിൽ ഒരെണ്ണമാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ കോസ്റ്റിൽ നിന്ന് 3000 കിലോമീറ്റർ അകലെയുള്ള ഒരു സീമൗണ്ട് ആണ് AN സീമൗണ്ട് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇത് ബേസിക്കലി കൊബാൾട്ട്, നിക്കൽ, മാംഗനീസ്, കോപ്പർ ഇതിനൊക്കെ തന്നെ ഈ പറഞ്ഞ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു മൗണ്ടാണ്, സീമൗണ്ട് ആണ്. അതുകൊണ്ടാണ് അത് എക്സ്പ്ലോർ ചെയ്യേണ്ടത് നമ്മൾ അനുവാദം ചോദിച്ചിരിക്കുന്നത്. കാരണം ഈ സീമൗണ്ടിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ശ്രീലങ്ക ഈ പറഞ്ഞ പോലെ ക്ലെയിം ഉന്നയിക്കുന്നുണ്ട്, അവരുടെ പരിധിയിൽ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ക്ലെയിം ഉന്നയിക്കുന്നുണ്ട്. ആ ക്ലെയിമിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ചൈന അവിടെ വന്ന് എക്സ്പ്ലോറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്ത്യ അനുവാദം ചോദിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഹെഡ്ലൈൻ വായിച്ചാൽ മനസ്സിലാക്കും. സെൻസിങ് ത്രെറ്റ് ഫ്രം ചൈന, ഇന്ത്യ ജോയിൻസ് റേസ് ടു മൈൻ CPAS എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിനകത്ത് നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റ് പഠിക്കാനുള്ളത് എന്താണ് സീമൗണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇത് യൂഷ്വലി കാണപ്പെടുന്ന മിഡ് ഓഷ്യൻ റിഡ്ജസിനോട് സമീപത്താണെന്നുള്ള കാര്യം ഓർക്കണം. ദെൻ ഈ പറഞ്ഞ പോലെ ലോകത്തെ രണ്ട് പ്രധാനപ്പെട്ട മിഡ് ഓഷ്യൻ റിഡ്ജസ് ആണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജും അതേപോലെ ഈസ്റ്റ് പസഫിക് റൈസും. പിന്നെ നമ്മൾ ഇപ്പോൾ വാർത്തയിൽ ഡിസ്കസ് ചെയ്ത AN സീമൗണ്ട്, കാരണം ഇത് ചോദിക്കാൻ സാധ്യതയുള്ള റീസെന്റ് സീൻ ന്യൂസ് AN സീമൗണ്ട് ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓഷ്യൻസ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അവിടെ നമുക്ക് ഒരു ഓപ്ഷൻ അത് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ഓഷ്യൻ എന്ന് കാണാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അത്തരത്തിൽ ചോദിക്കാം. ഇന്ത്യൻ ഓഷ്യൻ എന്ന് മാറി ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓഫ് 3000 കോസ്റ്റ് ഓഫ് US കോസ്റ്റിൽ നിന്ന് 3000 കിലോമീറ്റർ അകലെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ചോദിക്കാം. ഇന്ത്യൻ കോസ്റ്റിൽ നിന്ന് 3000 കിലോമീറ്റർ അകലെയാണ്, ഇന്ത്യൻ ഓഷ്യനിലാണെന്നുള്ള കാര്യം ഇതായിട്ട് ഓർത്തിരിക്കാം. ഇത് കോബാൾട്ട്, നിക്കൽ, മാംഗനീസ്, കോപ്പറിൽ റിച്ച് ആയിട്ടുള്ള ഒരു സീമൗണ്ട് കൂടിയാണ്. ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റ് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ് ദ നീഡ് ടു കർബ് ബ്ലാക്ക് കാർബൺ എമിഷൻസ് എന്നതാണ് ഈ ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് കാർബൺ ആണ്. എന്താണ് ബ്ലാക്ക് കാർബൺ, അതിന്റെ ഇമ്പാക്ട് എന്തൊക്കെയാണ്, അതേപോലെ ഗവൺമെന്റ് ഈ ബ്ലാക്ക് കാർബണിന്റെ ആ ഒരു ഇമ്പാക്റ്റുകളൊക്കെ തടയാനായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും സ്കീമുകളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ മെയിൻലി ഈ പറഞ്ഞ പോലെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന സ്കീം ആ ഒരു LPG സബ്സിഡി സ്കീമാണ്. നമ്മൾ പലപ്പോഴും വാർത്തയിൽ കേട്ടിട്ടുണ്ടാവും. PM പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയാണ് ഈ പറഞ്ഞ പോലെ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്ന സ്കീം. അപ്പൊ അതുകൊണ്ട് ആ ഉജ്ജ്വല യോജനയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യണം. പിന്നെ എന്താണ് ബ്ലാക്ക് കാർബൺ എന്നുള്ള കാര്യം മെയിൻലി ഡിസ്കസ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ടോപ്പിക് എക്കോളജി എൻവയോൺമെന്റ് പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ ബ്ലാക്ക് കാർബൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സൂത്തി ബ്ലാക്ക് മെറ്റീരിയൽ എമിറ്റഡ് ഫ്രം ദ ഗ്യാസ് ആൻഡ് ഡീസൽ എഞ്ചിൻസ്, കോൾ ഫയർഡ് പവർ പ്ലാന്റ്സ് ആൻഡ് അതർ സോഴ്സസ് ദാറ്റ് ബേൺ ഫോസിൽ ഫ്യൂവൽസ്. അപ്പോൾ ഏതൊക്കെ മെറ്റീരിയൽ നിന്നുമാണ് അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് ബ്ലാക്ക് കാർബൺ എമിറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സൂത്തി ബ്ലാക്ക് മെറ്റീരിയൽ ആണ് ബീങ് എമിറ്റഡ് ഫ്രം ഗ്യാസ് ആൻഡ് ഡീസൽ എഞ്ചിൻസ്, അതേപോലെ കോൾ ഫയർഡ് ആയിട്ടുള്ള പവർ പ്ലാന്റുകളിൽ നിന്നും ഒക്കെയാണ്. അതർ സോഴ്സസ് ഈ പറഞ്ഞ പോലെ മറ്റ് സോഴ്സ് ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിക്കുന്ന മറ്റ് സോഴ്സുകളിൽ നിന്നൊക്കെ തന്നെ എന്ത് എമിറ്റ് ചെയ്യാറുണ്ട്, ബ്ലാക്ക് കാർബൺസ് എമിറ്റ് ചെയ്യപ്പെടാറുണ്ട്. സോ എന്തായാലും ഈ പോയിന്റ് കൃത്യമായിട്ട് എക്സാമിന്റെ വ്യൂ പോയിന്റിൽ മനസ്സിലാക്കിയിരിക്കണം ഇവിടെ നിന്നൊക്കെയാണ് ബ്ലാക്ക് കാർബൺസ് എമിറ്റ് ചെയ്യാറുള്ളത്. ദെൻ ഇറ്റ് കംപ്രൈസ് എ സിഗ്നിഫിക്കന്റ് പോർഷൻ ഓഫ് പർട്ടിക്കുലേറ്റ് മാറ്റർ PM വിച്ച് ഇസ് ആൻ എയർ പൊല്യൂട്ടന്റ്. ഇത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എയർ പൊല്യൂട്ടന്റ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കിയിരിക്കുക. ദെൻ ബ്ലാക്ക് കാർബൺ ഇമ്പാക്ട് മെയിൻലി പറയുവാണെങ്കിൽ എന്ത് തന്നെയായിരിക്കും, ക്ലൈമറ്റ് ഇമ്പാക്ട് ആണ്. ഗ്ലോബൽ വാർമിംഗിലേക്കൊക്കെ തന്നെ നയിക്കാൻ ഒരുപാടധികം കെൽപ്പുള്ള സാധനമാണ് ബ്ലാക്ക് കാർബൺ. എസ്പെഷ്യലി നോക്കുവാണെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് ലെവൽ നോക്കുവാണെങ്കിൽ വാർമിംഗ് ഇമ്പാക്ട് ബ്ലാക്ക് കാർബണെ സംബന്ധിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും 460 മുതൽ 1500 ടൈംസ് സ്ട്രോങ്ങർ ആണ്. ആ പോയിന്റ് എക്സാമിന് ഓർത്തിരിക്കണം. ബ്ലാക്ക്
കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ കൂടുതൽ വാർമിംഗ് ഇമ്പാക്ട് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. സോ അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധിക്കും. ദെൻ ഇറ്റ് കൺവേർട്സ് ഇൻകമിംഗ് സോളാർ റേഡിയേഷൻ ടു ഹീറ്റ്. ഇൻകമിംഗ് സോളാർ റേഡിയേഷൻ ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഗ്ലോബൽ വാർമിംഗ് ഇമ്പാക്റ്റിലേക്ക് ഇത് കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് ശ്വസിച്ച് കഴിയുമ്പോഴേക്ക് ഈ പറഞ്ഞ ഹാർട്ട് ലങ് ഡിസീസസ്, സ്ട്രോക്സ്, ഹാർട്ട് അറ്റാക്സ്, ക്രോണിക് റെസ്പിറേറ്ററി ഇഷ്യൂസ്, ആസ്മ, ന്യൂമോണിയ, ഇങ്ങനെ പലവിധ അസുഖങ്ങൾ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് കാർബൺ ഈ പറഞ്ഞ പോലെ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കാർബൺ ഇഷ്യൂസ് നേരിടുന്നത് നമ്മുടെ വീടുകളിലൊക്കെ വീട്ടമ്മമാരാണ്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ കുക്കിങ്ങിനൊക്കെ ഭാഗമായിട്ട് ഫയർവുഡ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ബ്ലാക്ക് കാർബൺസ് ഒരുപാട് ഈ പറഞ്ഞ ഇൻഹെയിൽ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തതാണ് ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട്. വീട്ടമ്മമാർക്കിടയിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ബ്ലാക്ക് കാർബണിന്റെ ആ ഒരു മീൻസ് ഫയർവുഡിന്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ്, അല്ലെങ്കിൽ ക്ലീൻ കുക്കിംഗ് ഫ്യൂവലിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന സ്കീമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. ഈ ഒരു സ്കീമിന്റെ സ്ലോഗൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ക്ലീൻ ഫ്യൂവൽ ബെറ്റർ ലൈഫ് എന്നുള്ളത് തന്നെയാണ്. 2016 ലോഞ്ച് ഔട്ട് ചെയ്ത സ്കീമായിരുന്നു. അപ്പോൾ ഈ ഒരു സ്കീമിന്റെ ബേസിക് ഉദ്ദേശം, ഒബ്ജക്റ്റീവ് നോക്കണം. നമ്മൾ എപ്പോഴും സ്കീം പഠിക്കുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റീവ് ആദ്യം പഠിച്ചിരിക്കണം. ടു സേഫ് ഗാർഡ് ദ ഹെൽത്ത് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ബൈ പ്രൊവൈഡിംഗ് ദം വിത്ത് എ ക്ലീൻ കുക്കിംഗ് ഫ്യൂവൽ. ഓക്കെ, LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, LPG നമ്മൾ ക്ലീൻ കുക്കിംഗ് ഫ്യൂവൽ ഉപയോഗിക്കുന്ന വഴി വീട്ടിലെ ഈ പറഞ്ഞ പോലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ തന്നെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ സ്കീമിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ദെൻ ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി നോക്കണം. മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആണ് ഈ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ സ്കീമുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന മിനിസ്ട്രീസ് പഠിച്ചിരിക്കണം, ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് നോക്കിയാലും കുഴപ്പമില്ല, അതങ്ങനെ ചോദിച്ചു കാണാറില്ല. ഇതിന് 8,000 കോടി രൂപ ഗവൺമെന്റ് മാറ്റി. അതിലപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴേക്കും ഓരോ സ്കീമുകൾ കഴിയുമ്പോൾ അതിന് ഓരോ വർഷത്തെ ബഡ്ജറ്റ് കഴിയുമ്പോഴേക്കും എമൗണ്ട് ഒക്കെ മാറ്റാൻ സാധ്യതയുണ്ട്. എമൗണ്ട് നോക്കിയില്ല, നിങ്ങൾ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയും ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് കൃത്യമായിട്ടും പഠിച്ചിരിക്കണം. ദെൻ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. ഈ കണക്ഷൻസ്, ഈ ഒരു LPG കണക്ഷൻസ്, PM ഉജ്ജ്വല യോജന വഴി കിട്ടുന്ന LPG കണക്ഷൻസ് ഇഷ്യൂ ചെയ്യുന്ന ആരുടെ പേരിലാണ്? ഇൻ ദ നെയിം ഓഫ് വുമൺ ഓഫ് ദ ഹൗസ് ഹോൾഡ്. വീട്ടിലെ സ്ത്രീകളുടെ പേരിലാണ് ഈ ഒരു കണക്ഷൻസ്, LPG കണക്ഷൻസ് ഇഷ്യൂ ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ദെൻ ആർക്കാണ് ഈ സ്കീമിന്റെ ഭാഗമാകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾ BPL ഫാമിലീസ് ക്യാൻ ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് ദ സ്കീം ആൻഡ് എനി അഡൾട്ട് വുമൺ ഫ്രം എ BPL ഫാമിലി ക്യാൻ അപ്ലൈ ഫോർ എ ഡിപ്പോസിറ്റ് ഫ്രീ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിപ്പോസിറ്റ് ഫ്രീ ആയിട്ടുള്ള LPG ഗ്യാസ് കണക്ഷൻസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഏതൊരു അഡൾട്ട് വുമണും ഈ പറഞ്ഞ BPL ഫാമിലിയിലെ അഡൾട്ട് വുമണിനും എന്തിനുള്ള സാധ്യതയുണ്ട്, എലിജിബിലിറ്റി ഉണ്ട്, ഈ സ്കീം പ്രകാരം അപ്ലൈ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ദെൻ ഈ പറഞ്ഞ പോലെ ഈ സ്കീം പ്രകാരമുള്ള BPL ഫാമിലീസിനെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ പറഞ്ഞ പോലെ സെലക്ട് ചെയ്യുന്നത് ത്രൂ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് ഡേറ്റ 2011 മുഖാന്തരം എന്നുള്ള കാര്യം കൂടി എക്സാമിന്റെ വ്യൂ പോയിന്റ് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ എക്സാമിനെ കൃത്യമായിട്ടും ഈ സ്കീമിനെ പറ്റി പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതിന്റെ സ്ലോഗൻ ജസ്റ്റ് ഓർത്ത് ചെയ്തേക്കാം. അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി പറയാൻ പറ്റും. LPG കണക്ഷൻ ആണ് ആ സ്കീം എന്ന് പറയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി വന്നോളും, മനസ്സിലേക്ക് വന്നോളും, ക്ലീൻ ഫ്യൂൽ ബെറ്റർ ലൈഫ് എന്നുള്ള പോയിന്റ്. ദെൻ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഒബ്ജക്റ്റീവ് ഓർത്തിരിക്കണം. ടു ഇംപ്രൂവ് ദ ഹെൽത്ത് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ആണ് എന്നുള്ള കാര്യം ബൈ പ്രൊവൈഡിംഗ് ക്ലീൻ കുക്കിംഗ് ഫ്യൂൽ. ഇംപ്ലിമെന്റിംഗ് ഏജൻസി മിനിസ്ട്രി അറിഞ്ഞിരിക്കണം, മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. ദെൻ ഇതിനകത്ത് കണക്ഷൻസ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന ആരുടെ പേരിലാണ്? ദ നെയിം ഓഫ് വുമൺ ഓഫ് ഹൗസ് ഹോൾഡിന്റെ പേരിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ എലിജിബിലിറ്റി ഓൾ BPL ഫാമിലീസിന് എലിജിബിൾ ആണ്. ബട്ട് ഈ പറഞ്ഞ പോലെ ഇതിന് BPL ഫാമിലീസിന്റെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഡേറ്റ നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് ഡേറ്റ 2011 ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലേക്ക് വെച്ചേക്കാം. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ DNA പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.